കെ.പി.സി.സി പ്രസിഡന്റിനെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം രൂക്ഷം. ലിസ്റ്റുകൾ വെട്ടിത്തിരുത്തി കോൺഗ്രസ് ഹൈക്കമാൻഡ്. ബെന്നി ബെഹനാൻ, ഷാഫി പറമ്പിൽ, മാത്യു കുഴൽനാടൻ തുടങ്ങിയവർ അന്തിമ പട്ടികയിൽ. പാർട്ടി അധ്യക്ഷനെ കണ്ടെത്താൻ കഴിയാത്തതിൽ കോൺഗ്രസ് പ്രവർത്തകരിലും പ്രതിഷേധം. ആഭ്യന്തര തർക്കങ്ങൾ മൂലം കെ.പി.സി.സിക്ക് പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താൻ കഴിയാതെ കോൺഗ്രസ് നേതൃത്വം. നിലവിലെ പ്രസിഡന്റ് സണ്ണി ജോസഫ് പുതിയ സർക്കാരിൽ മന്ത്രിയായതോടെയാണ് പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നത്. പ്രസിഡന്റ് കസേര ലക്ഷ്യമിട്ട് ഒട്ടേറെ നേതാക്കളാണ് രംഗത്ത് വന്നത്. ഹൈക്കമാൻഡിന്റെ പിന്തുണ ഉറപ്പിക്കാൻ ചിലർ നീക്കം നടത്തി. മറ്റു ചിലരാകട്ടെ വിവിധ സാമുദായിക നേതാക്കളുടെ പിന്തുണ ഉറപ്പിക്കാനാണ് ശ്രമിച്ചത്. ഇതിനിടെ ജാതീയ സംവരണം വേണമെന്ന വിചിത്രവാദവും ചിലർ മുന്നോട്ട് വെച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും പ്രസിഡന്റിനെ കണ്ടെത്താൻ കഴിയാത്തത് കെ.പി.സി.സി നേതൃത്വത്തിന് വലിയ ക്ഷീണമായിരിക്കുകയാണ്. ഒരു വിധത്തിലുള്ള ഒത്തുതീർപ്പുകൾക്കും വഴങ്ങാതെ നേതാക്കൾ അധ്യക്ഷ കസേരയ്ക്ക് വേണ്ടി തർക്കം തുടരുകയായിരുന്നു. ഒടുവിലാണ് ഹൈക്കമാൻഡ് ഇടപെട്ട് 12ഓളം പേരിൽ നിന്ന് കുറച്ചുപേരെ അന്തിമ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. ഇതിൽ വെട്ടിമാറ്റപ്പെട്ട നേതാക്കൾ കടുത്ത അസംതൃപ്തിയിലാണ്. ഹൈക്കമാൻഡിന്റെ സാധ്യതാ പട്ടികയിൽ ബെന്നി ബെഹനാൻ MP, ഷാഫി പറമ്പിൽ MP, മാത്യു കുഴൽനാടൻ MLA എന്നിവരാണ് മുൻപന്തിയിൽ. ഇതിൽ ബെന്നി ബെഹനാൻ മുൻ UDF കൺവീനറാണ്. ഷാഫി പറമ്പിൽ നിലവിൽ കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റുമാണ്. മുൻ പിണറായി സർക്കാരിനെതിരെ നിരന്തരം നിയമപോരാട്ടങ്ങൾ നടത്തിവരുന്ന മാത്യു കുഴൽനാടൻ നിലവിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ്. വേറെയും നേതാക്കൾ ലിസ്റ്റിലുണ്ടെങ്കിലും ഈ 3 പേരിൽ നിന്നും ആരെങ്കിലും ഒരാൾ കെ.പി.സി.സി പ്രസിഡന്റ് ആകാനാണ് ഏറെ സാധ്യത. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി V.D. സതീശന്റെ നിലപാടും നിർണായകമായിരിക്കും. കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, ആന്റോ ആന്റണി തുടങ്ങിയ നേതാക്കളുടെ പേരുകൾ നേരത്തെ മുൻഗണനയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഹൈക്കമാൻഡിന്റെ പരിഗണനയിൽ ഇല്ല എന്നാണ് വ്യക്തമാകുന്നത്. ഒരു ദളിത് പ്രസിഡന്റ് ഉണ്ടാകാൻ ചില നേതാക്കൾ അനുവദിക്കുന്നില്ലെന്ന മട്ടിൽ കൊടിക്കുന്നിൽ സുരേഷ് നടത്തിയ പ്രസ്താവനകൾ ഇതിനു മുമ്പ് വലിയ വിവാദങ്ങളും സൃഷ്ടിച്ചിരുന്നു. ഷാഫി പറമ്പിലും മാത്യു കുഴൽനാടനും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ അടുത്ത അനുയായികളായതിനാൽ പക്ഷം പിടിക്കാതെ എല്ലാ തീരുമാനങ്ങളും ഹൈക്കമാൻഡ് സ്വീകരിക്കട്ടെ എന്ന നിലപാടിലാണ് KC വേണുഗോപാൽ ഉള്ളത്. അണികൾക്കിടയിലും പൊതുസമൂഹത്തിലും വലിയ ജനപ്രീതി ഷാഫി പറമ്പിലിന് ഉണ്ടെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. അതേസമയം ഹൈക്കമാൻഡിൽ വലിയ സ്വീകാര്യതയുള്ള മാത്യു കുഴൽനാടന് രാഹുൽ ഗാന്ധിയുമായി അടുത്ത ബന്ധമാണ് ഉള്ളത്. അതേസമയം ഇരുവർക്കും ചെറിയ പ്രായമാണുള്ളതെന്നതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ബെന്നി ബെഹനാൻ മുൻ UDF കൺവീനർ എന്ന നിലയിലെ പ്രവർത്തന പാരമ്പര്യം വലിയ പോസിറ്റീവ് ഘടകമാണ്. മാത്രമല്ല വിവിധ സാമുദായിക സംഘടനാ നേതൃത്വങ്ങളുടെ പിൻബലവും തങ്ങൾക്കുണ്ടെന്നും ബെന്നി ബെഹനാന്റെ അനുയായികൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. കേരളത്തിലെ പ്രസിഡന്റിനെ സംബന്ധിച്ച് അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതായതിനാൽ ഇവരെല്ലാം മല്ലികാർജുൻ ഖാർഗെയെയും രാഹുൽ ഗാന്ധിയെയും വ്യക്തിപരമായി സന്ദർശിക്കുന്നുമുണ്ട്. പാർട്ടി അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ ഈ വിധത്തിൽ നേതാക്കൾ തന്നെ വടംവലികൾ നടത്തുന്നതിൽ കോൺഗ്രസ് അണികളിൽ തന്നെ കടുത്ത അസംതൃപ്തി നിലനിൽക്കുന്നുമുണ്ട്. ഈ വിധം അണിയറ നാടകങ്ങൾക്കൊടുവിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രസിഡന്റ് ആരാവുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്.